ഹായ് ഓൾ, ആർക്കിടെക്ചർ ആൻഡ് ഡിസൈനിങ് ഈ ഒരു പ്രോഗ്രാം സ്വപ്നം കാണുന്ന അല്ലെങ്കിൽ ഇതിലൂടെ നല്ലൊരു ഭാവി സ്വപ്നം കാണുന്ന നിരവധി വിദ്യാർത്ഥികളുണ്ട്. നല്ലൊരു ആർക്കിടെക്റ്റായിട്ട്, നല്ലൊരു ഡിസൈനറായിട്ടൊക്കെ നല്ലൊരു ഭാവി അല്ലെങ്കിൽ നല്ലൊരു കരിയർ ആ ഒരു മേഖലയിൽ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന നിരവധി വിദ്യാർത്ഥികളുണ്ട്. കാരണം നമുക്കറിയാം, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ റീൽസൊക്കെ കാണുമ്പോൾ ഒരുപാട് കുട്ടികൾ നന്നായിട്ട് സ്കെച്ചൊക്കെ ചെയ്ത് ട്രെയിനിലൊക്കെ ഇരുന്നിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കൊണ്ടുപോയി കൊടുക്കുന്ന അത്തരത്തിലൊക്കെയുള്ള വൈറൽ വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ ഒരു ചെറിയൊരു പ്ലാറ്റ്ഫോമിൽ മാത്രം ഒതുങ്ങാതെ അവർക്ക് അവരുടെ മുൻപിൽ വൈഡായിട്ടൊരു ഏരിയ ഉണ്ട്, അല്ലെങ്കിൽ നല്ലൊരു കരിയർ, ലക്ഷങ്ങൾ സാലറി നേടാവുന്ന ഒരു കരിയർ അവരുടെ മുൻപിലുണ്ട് എന്നുള്ളതൊരു മറ്റൊരു വസ്തുത. അപ്പോൾ ഈ ഒരു വസ്തുത തിരിച്ചറിയാത്ത അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അധികമായി കാര്യങ്ങളൊന്നും അറിയില്ലാത്ത ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അവർക്കായിട്ടാണ് ഈ ഒരു വീഡിയോ. കാരണം ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ ആർക്കിടെക്ചർ ആൻഡ് ഡിസൈനിങ് എന്നൊരു പ്രോഗ്രാമുമായി മുന്നോട്ട് പോകാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലങ്ങളായി. ഈ ഒരു പ്രോഗ്രാമിൽ ഈ വർഷം തന്നെ ആയിരക്കണക്കിലധികം വിദ്യാർത്ഥികളുണ്ട്. നമ്മുടെ ലോങ് ടേം ബാച്ചിലെ വിദ്യാർത്ഥികൾ, അതുപോലെ റെസിഡൻഷ്യൽ, ഹൈബ്രിഡ്, അതുപോലെ തന്നെ നമ്മുടെ റിപ്പീറ്റർ പ്രോഗ്രാം. അതെ, ഈ ബാച്ചിലൊക്കെ പഠിക്കുന്ന നിരവധി വിദ്യാർത്ഥികൾ നമ്മൾ ഈ വർഷത്തെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ മറ്റൊരു സൈഡ്, കുറച്ച് കുട്ടികൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു ആർക്കിടെക്ചർ ഡിസൈനിങ് പ്രോഗ്രാമിൽ ബ്രില്യന്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അതിന്റെ സ്റ്റഡി മെറ്റീരിയൽസ്, അതായത് നമ്മുടെ ഈ ഒരു ബാച്ചിലോട്ട് ചേർന്നാൽ ഏതൊക്കെ പരീക്ഷയ്ക്കുള്ള പരിശീലനമാണ് കിട്ടുന്നത്, അതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും ബ്രില്യന്റിന്റെ നിരവധി ഇന്റർവ്യൂസും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിലൊന്നും പരിചിതമല്ലാത്ത കുറെ അധികം ആയുധങ്ങളും ഒപ്പം ബ്രില്യന്റിന്റെ സ്റ്റഡി മെറ്റീരിയൽസും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം കാര്യം മനസ്സിലാക്കണം, കുറച്ച് വെറൈറ്റി ആണ് പ്രോഗ്രാം. അതായത് നമ്മൾക്ക് ആദ്യം തന്നെ നമ്മുടെ പരീക്ഷകൾ ഏതാന്ന് ഒന്ന് പരിചയപ്പെടാം. അതായത് നമുക്ക് പരീക്ഷ വരുന്നത് IIT UCD NID NIFT. അതായത് IIT UCDയിലും NIDയിലും BDES പ്രോഗ്രാമുകളും, അതുപോലെ തന്നെ നിഫ്റ്റിൽ DF ടെക്കും BDES പ്രോഗ്രാമുകളും, അതുപോലെ തന്നെ ആർക്കിടെക്ചർ ആണെന്നുണ്ടെങ്കിൽ JEE പേപ്പർ 2A BArch, അതുപോലെ തന്നെ പ്ലാനിംഗ് ആണെന്നുണ്ടെങ്കിൽ JEE പേപ്പർ 2B B പ്ലാൻ. അതല്ലാത്ത നാട്ട എന്ന് പറയുന്ന പരീക്ഷയും കൂടിയുണ്ട്. അപ്പൊ ഇത്രയും പരീക്ഷക്കുള്ള പരിശീലനമാണ് നമ്മൾ ബ്രില്യന്റ് ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ എന്ന പ്രോഗ്രാമിലൂടെ നമ്മൾ കുട്ടികൾക്ക് നൽകുന്നത്. അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരുപാട് മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ സാർ തീർച്ചയായിട്ടും നമ്മളിവിടെ കുറെ അധികം കാര്യങ്ങളും മെറ്റീരിയൽസും ഒക്കെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഫ്രം ദ വെരി ബിഗിനിങ് നമുക്ക് മെറ്റീരിയൽസ് ഒന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. സോ മെറ്റീരിയൽസിലോട്ട് പോകുന്നതിന് മുമ്പ് ഏതൊക്കെ മെറ്റീരിയൽ ആണ് നമ്മൾക്കുള്ളത് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പരീക്ഷയ്ക്ക് ഏതൊക്കെ സബ്ജക്റ്റാണ് ഉള്ളത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഓരോ കുട്ടികളും മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ആദ്യമായി നമ്മൾക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മൾക്കറിയാം JEE നീറ്റ് പോലത്തെ പരീക്ഷയിൽ ഫിസിക്സ്, കെമിസ്ട്രി, അല്ലെങ്കിൽ ബയോളജി, അല്ലെങ്കിൽ മാത്സ് അതുപോലത്തെ സബ്ജക്റ്റ് ആണുള്ളത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. UCD NID പോലത്തെ പരീക്ഷയിൽ നമ്മൾ 12ാം ക്ലാസ്സിലെ സ്ട്രീം കോമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, ഇതിൽ ഏത് വിഷയം പഠിച്ച വിദ്യാർത്ഥികൾക്കും ഈ പറയുന്ന പരീക്ഷകൾ എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സിലബസിൽ വരുന്നത് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ്, ഡ്രോയിങ്, അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള മാത്ത്, കുറച്ച് ജനറൽ അവയർനെസ്, ഇതുപോലത്തെ കുറച്ച് നമ്മൾ അത്രയും ഫെമിലിയർ അല്ലാത്ത കുറച്ച് സബ്ജക്റ്റുകളാണ്. അതായത് നമ്മൾ സ്കൂളിൽ ഡയറക്റ്റായി പഠിക്കാത്ത സബ്ജക്ട്സ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന നീറ്റ് JEE പരീക്ഷക്കൊക്കെ പഠിക്കണ പോലെ നമ്മൾ ഒരുപാട് പരിശീലനം, അതായത് ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് ഒരു പ്രോബ്ലം കുത്തിരുന്ന് കാണാത്ത പഠിച്ച് ഒരു പ്രോബ്ലം സോൾവിങ് സ്കിൽ ഉണ്ടാക്കുന്നതിന് പകരം, അതായത് ഡ്രോയിങ് സ്കിൽ എങ്ങനെയൊക്കെ ഉണ്ടാക്കാം, നമ്മൾ ഒരുപാട് 10-20 പടം വരച്ചത് കൊണ്ട് റെഡി ആവുമോ, അതല്ലാത്ത വേറെ എങ്ങനെയൊക്കെ ബേസിക്കായി പടം വരയ്ക്കുന്ന ഒരാൾക്ക് ഒരു പരീക്ഷാ ഹാളിൽ എങ്ങനെ മാത്സും ആപ്റ്റിറ്റ്യൂഡും ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഒരു പടം വരച്ച് കംപ്ലീറ്റ് ചെയ്യാം, ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ പറയുന്ന മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആപ്റ്റിറ്റ്യൂഡ് നോക്കുവാണെങ്കിൽ കൂടുതലും വിഷ്വൽ റീസണിങ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അപ്പോൾ അതിൽ കുറെ പാറ്റേൺസ് അങ്ങനെ കൊടുത്തിട്ട് അതിന്റെ ഒരു 4ാമത്തെ പാറ്റേൺ കണ്ടുപിടിക്കുക, അങ്ങനെയുള്ള ഒരു വിഷ്വൽ പസിൽസ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആപ്റ്റിറ്റ്യൂഡിൽ കൂടുതലായിട്ടുള്ളത്. അതുപോലെ ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പെർസെൻറ്റേജ് ബേസ്ഡ് പ്രോബ്ലംസ്. ഇപ്പോൾ നമ്മൾ 11th and 12th NCERT എടുത്ത് നോക്കുവാണെങ്കിൽ മാത്തമാറ്റിക്സിൽ പറയണ ഇപ്പോൾ പെർസെൻറ്റേജസ്, അല്ലെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അതുപോലത്തെ ടോപ്പിക്, റേഷ്യോ, പ്രൊപ്പോർഷൻ, ഇതൊന്നും ഇല്ല. ഇതൊക്കെ ബേസിക്കലി 10ാം ക്ലാസ് വരെയുള്ള സിലബസിൽ CBSE സ്റ്റേറ്റ് കുട്ടികൾ പഠിക്കുന്നതാണ്. അപ്പോൾ ആ പറയുന്ന ടോപ്പിക്കുകളൊക്കെ ഉൾപ്പെടുത്തിയുള്ള ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ മെറ്റീരിയലും കൂടി നമ്മൾ തയ്യാറപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും ജനറൽ നോളേജ് ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ജനറൽ നോളേജ് എന്ന് പറഞ്ഞാൽ ആർക്കിടെക്ചറൽ അവയർനെസ്, ഈ ആർക്കിടെക്ചർ ഡിസൈൻ റിലേറ്റഡ് ആയിട്ടുള്ള അവയർനെസ്സും കൂടി ഉണ്ടായിരിക്കണം. അപ്പൊ ആ ബേസ് ഇപ്പോൾ റീസെന്റ് ചോദിച്ച എല്ലാ ജനറൽ അവയർനെസ് ക്വസ്റ്റ്യൻസും ഇനി ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ കമ്പൈൻ ചെയ്ത് നമ്മുടെ ഫാക്കൽറ്റീസ് തയ്യാറപ്പെടുത്തിയ മെറ്റീരിയലാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഓക്കെ സർ, അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഇവിടെ മെറ്റീരിയൽസ് റെഡിയാണ്. അപ്പോൾ മെറ്റീരിയൽസിനുള്ളിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്, ഏതൊക്കെ സിലബസിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്, ആ കാര്യങ്ങളൊക്കെ നമ്മുടെ കുട്ടികൾക്കൊന്ന് പരിചയപ്പെടുത്തുമോ?
നേരത്തെ സാറ് പറഞ്ഞ പോലെ മെയിൻ ആയിട്ട് ഡ്രോയിങ്, പിന്നെ ആപ്റ്റിറ്റ്യൂഡ്, ഡ്രോയിങ് നമ്മുടെ യൂസിഡ്, NID, BR എല്ലാ പരീക്ഷയ്ക്കും ഡ്രോയിങ് വരുന്നുണ്ട്. ഡ്രോയിങ് കോമൺ ആണ്. അതെ, ഡ്രോയിങ് കോമൺ ആണ്. ആപ്റ്റിറ്റ്യൂഡ് എടുക്കുകയാണെങ്കിൽ യൂസീഡിന്റെ ഒരു ആപ്റ്റിറ്റ്യൂഡിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഡിഫറെന്റ് ആണ്, പാറ്റേൺ ഡിഫറെന്റ് ആണ്. ഇപ്പം നമ്മൾ യൂസീഡ്, JEE, പിന്നെ നാറ്റ, ഇത് മൂന്നും എടുത്തു കഴിഞ്ഞാലും ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേൺസിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. നമുക്ക് ഒരു കൊടക്കീഴിൽ നിന്ന് വേണേൽ പറയാം, വിഷ്വൽ റീസണിങ് എന്നുള്ള ഒരു കൊടക്കീഴിൽ നമുക്ക് വേണേൽ പറയാം. ഇതിനെല്ലാം അതിൽ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. സോ മെയിനായിട്ട് ഈ പറഞ്ഞ പോലെ ഡ്രോയിങ്ങിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഡിസൈനിൻ്റെ ഫണ്ടമെന്റൽസ് തൊട്ട്, അതായത് ഒരു കുട്ടി സ്റ്റാർട്ടിങ് തൊട്ട് ആ ഒരു ഡ്രോയിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്ന് മനസ്സിലാക്കുന്ന രീതിയിലുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡ്രോയിങ്ങിന്റെ മെറ്റീരിയൽ എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ പലയിടത്തും നമുക്ക് കാണാൻ പറ്റും, നേരത്തെ ഓൺലൈനിലൊക്കെ സെർച്ച് ചെയ്താലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും കാണാൻ പറ്റും. അതിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട, അറ്റൻഡ് ചെയ്യുക, അങ്ങനെ ആയിരിക്കും കുട്ടികൾ പഠിക്കുന്നത്. അതുപോലെ തന്നെ അതിന്റെ ഡയറക്റ്റ് സൊല്യൂഷൻ ആയിരിക്കും അവൈലബിൾ ഉണ്ടാവുക. അവർ ചോദിച്ച ഒരു ചോദ്യത്തിന്റെ ഡ്രോയിങ്ങിന്റെ ഒരു പിക്ചർ, അപ്പൊ അത് വെച്ച് കുട്ടികൾക്ക് അത് എങ്ങനെ ഒരാൾ വരച്ച് തുടങ്ങി എന്ന് മനസ്സിലാവൂല. വരക്കണതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ സെക്ഷനായിട്ട് അവർക്ക് ബേസിക് ആയിട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസൈൻ തൊട്ട് തുടങ്ങി, ഇൻട്രൊഡക്ഷൻസ് ഓഫ് ഡിസൈൻ തുടങ്ങി, മിറർ സ്കെയിലിംഗ്, പിന്നെ ലൈറ്റ് ആൻഡ് ഷാഡോ ഒക്കെ എങ്ങനെ, അതൊക്കെ എങ്ങനെ ചെയ്യാം, ഹ്യൂമൻ അനാട്ടമി എങ്ങനെ വരച്ചെടുക്കാം, സ്കെച്ചിങ്ങും ഡ്രോയിങ്ങും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. കാരണം ഈ ഒരു സീൻ ഡ്രോയിങ് ആയിരിക്കും കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പോൾ സീൻ ഡ്രോയിങ്ങിൽ നമുക്ക് വരയ്ക്കാനുള്ള കുറെ എലമെന്റ്സ് ഉണ്ട്. അതിൽ എന്തൊക്കെയാണ്, ഹ്യൂമൻസ് ഉണ്ട്, ബേർഡ്സ് ഉണ്ട്, ട്രീസ് ഉണ്ട്, അല്ലെ. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്കൊരു സീൻ ഡ്രോയിങ് വരയ്ക്കാൻ പറഞ്ഞാൽ ആർക്കും വരയ്ക്കാൻ പറ്റില്ല. ഇതെല്ലാം വരയ്ക്കാൻ പഠിച്ചതിന് ശേഷമായിരിക്കും അങ്ങോട്ട് പോകുന്നത് ഏറ്റവും ബെറ്റർ. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഓരോ ഹ്യൂമൻ അനാട്ടമി, ഡ്രോയിങ്, അങ്ങനെ ലൈറ്റ് ആൻഡ് ഷാഡോ, ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഇനി ലാസ്റ്റ് ഈ പറയുന്ന പോലെ ക്വസ്റ്റ്യൻസ്, കോമ്പോസിഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കാരണം നാറ്റയിൽ ഈ പറയുന്ന പോലെ കോമ്പോസിഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. 2D കോമ്പോസിഷൻ, 3D കോമ്പോസിഷൻസ് ഒക്കെ നാറ്റയിൽ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് അതെങ്ങനെ അതിനകത്ത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഒരു ഡ്രോയിങ് എന്ന് പറയുമ്പം നമ്മൾ ജസ്റ്റ് പെട്ടെന്ന് കാണുന്നത് മാത്രമല്ല, അതിൻ്റെ ഉള്ളിൽ പല എലമെന്റ്സും പല പ്രിൻസിപ്പിൾസ് ഒക്കെ അപ്ലൈ ചെയ്തിട്ടായിരിക്കും അതിൻ്റെ ഒരു റിയൽ ആയിട്ടുള്ള ഡ്രോയിങ്ങിലോട്ട് വരുന്നത്, അല്ലേ. അപ്പോൾ ഈ വാല്യുവേഷൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഉണ്ടോന്നായിരിക്കും. ചിലപ്പോൾ ഇത് നമ്മൾ ഓൺലൈനിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ മിസ് ഔട്ട് ആയി പോകാറുണ്ട് കുട്ടികൾ. സോ അങ്ങനെയാണ് ഇതിൽ മെയിൻ ആയിട്ട് പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ എൻ്റെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ, ഒരു കുട്ടി ഇത് വായിച്ച് പഠിച്ചാൽ മതിയോ? വായിച്ച് പഠിച്ചാൽ മാത്രം പോരാ. ഇത് ആക്ച്വലി അവർ ഇത് പ്രാക്ടീസും കൂടെ ചെയ്താൽ മാത്രമേ ഇവർക്ക് ഇതിൻ്റെ ഒരു ഇത് ആക്ച്വലി ഒരു മെത്തേഡ്, നമ്മളൊരു ഈ ഒരു ഡ്രോയിങ് എങ്ങനെ വരയ്ക്കാൻ പഠിക്കാം എന്നൊരു മെത്തേഡാണ് ആക്ച്വലി നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം ഇവരിത് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇവർ ഇതിൻ്റെ ഒരു പെർഫെക്ഷനിലോട്ട് എത്താൻ പറ്റുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. അതായത് സാറ് പറഞ്ഞ പോലെ നമ്മളൊരു സ്വിമ്മിംഗ് ഒക്കെ പഠിക്കണത് പോലെ, അതായത് വായിച്ച് പഠിക്കാൻ പറ്റാത്ത ഒരു സാധനം പ്രാക്ടിക്കലി എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് പഠിക്കണമെന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. പ്രത്യേകിച്ചും ഡ്രോയിങ് പോലുള്ള ഒരു ആർട്ടാകും. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെറ്റീരിയൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു മെറ്റീരിയലിൽ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഈ പറയണ നാട്ട, JEE, നിഫ്റ്റ്, NID, UCD പരീക്ഷകൾക്ക് ഇതിനു മുമ്പായി ചോദിച്ച എല്ലാ പ്രീവിയസ് ഇയർ ഡ്രോയിങ് ക്വസ്റ്റ്യൻസും കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതാവുമ്പോൾ കുട്ടികൾക്ക് സ്പോട്ടിൽ തന്നെ മനസ്സിലാക്കാം ഈ ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻ ഏത് ടൈപ്പിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് മനസ്സിലാക്കാം. പിന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ജനറൽ അവയർനെസ് ആണ് വരുന്നത്, വേറൊരു ടോപ്പിക്. അത് UCD ആണെന്നുണ്ടെങ്കിൽ ജനറൽ അവയർനെസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. അതുപോലെ തന്നെ നാട്ട, JEEക്ക് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. അപ്പോൾ ഈ ജനറൽ അവയർനെസ് എന്ന് പറയുമ്പോൾ രണ്ട് വിധമായിട്ട് നമുക്ക് എടുക്കാം. ഇത് ഒന്ന് സ്റ്റാറ്റിക്, ഒന്ന് ഡൈനാമിക്. സ്റ്റാറ്റിക് എന്ന് പറയുന്നത് അത് ഫിക്സഡ് ആയിട്ടുള്ളതാണ്. ആക്ച്വലി ഇപ്പം നമ്മൾ പറയുകയാണ്, താജ്മഹൽ ആരാണ് ബിൽഡ് ചെയ്തത്? ഷാജഹാൻ. ഇതൊരിക്കലും മാറാൻ പോകുന്നില്ല. അത് സ്റ്റാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഡൈനാമിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ജനറൽ അവയർനെസ്സിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. അത് മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ ഇന്ന് അവാർഡ് കിട്ടിയ ആൾക്കാർ, അത് ചെറിയ ചെറിയ കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യും. അതും ഒരു പാർട്ടായിട്ട് ജനറൽ അവയർനെസ്സിൽ വരുന്നതാണ്. സോ നമ്മൾ ആ ഒരു മെത്തേഡ് സ്റ്റാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ മെയിനായിട്ട് ഹിസ്റ്ററി ഒക്കെ വരുന്നുണ്ട്, അല്ലേ. അതായത് സോഷ്യൽ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആർട്ട് ഹിസ്റ്ററി, ആർക്കിടെക്ചർ ഹിസ്റ്ററി,
കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുവാണെങ്കിൽ ആ ഒരു ടോപ്പിക്കായിട്ട് ബേസ് ചെയ്തിട്ടുള്ള കണ്ടൻസ് ആണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. സോ ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പല ഹിസ്റ്ററി ഭയങ്കര വൈഡാണ്, അതുപോലെ തന്നെയാണ് ആർക്കിടെക്ചറും. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ആർക്കിടെക്ട്സ് ആരൊക്കെയാണ്, ആർക്കിടെക്ചർ ബിൽഡിങ്സ് ഏതൊക്കെയാണ്, ഈ റെവല്യൂഷന് പിന്നിൽ ആരൊക്കെയാണ്, അതെ റെവല്യൂഷന് പിന്നിൽ ആരൊക്കെയാണ്, ഇത് ഓരോ സ്റ്റേജ് വൈസ് ആയിട്ട് കറക്റ്റായിട്ട് നമ്മൾ ബുക്കിൽ. സർ അപ്പം എൻ്റെ ഒരു സംശയം, ഈ പറയുന്ന ജനറൽ അവയർനെസ് UCDനും അതുപോലെ തന്നെ BRക്കിനും സെയിം ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? യൂഷ്വലി ക്വസ്റ്റ്യൻസ് പാറ്റേൺ നോക്കുവാണെങ്കിൽ UCDന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് മെയിൻലി ആർട്ടുമായിട്ട് റിലേറ്റഡ് ഉള്ള ഹിസ്റ്ററി ആയിരിക്കും. അപ്പോൾ ഈ നമ്മൾ ഈ ഡ്രോയിങ്സ് വരച്ച ആരൊക്കെയാണ്, രവി വർമ്മ വരച്ച ഫോട്ടോസൊക്കെ കാണിച്ചിട്ട് ഇത് ആരാണ്, അങ്ങനെയുള്ള പല ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. ഇപ്പോൾ പഴയ നമ്മൾ എടുക്കുകയാണെങ്കിൽ പിക്കാസോ ഒക്കെ വരച്ച ഡ്രോയിങ്സ് കാണിച്ചിട്ട്, അതെ അത് അങ്ങനെയുള്ളൊരു ആർട്ട് ഫോമിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ആർക്കിടെക്ചറിലോട്ട് വരുമ്പോൾ കുറച്ചും കൂടി ആർക്കിടെക്ചറിലോട്ട് വരുമ്പോൾ കൂടുതലായിട്ടും ബിൽഡിങ്സും ആർക്കിടെക്ട്സ് ആയിട്ട് റിലേറ്റഡ് ഉള്ള ഒരു സ്ട്രക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ചോദിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് കുട്ടികൾക്ക് കൂടുതൽ സെഗ്രിഗേറ്റ് ചെയ്യാൻ വേണ്ടി 2 ഡിഫറെന്റ് മെറ്റീരിയലാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് UCD NID നിഫ്റ്റിന് വേണ്ടി ഒരു മെറ്റീരിയലും അതുപോലെ തന്നെ BRക്ക് ഇതിനു വേണ്ടി വേറെ മെറ്റീരിയൽ, JBRക്ക് നാട്ടക്ക് വേണ്ടി വേറൊരു മെറ്റീരിയലും. ഓക്കെ, കാരണം ഇത് പഠിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് പഠിച്ചാലും അതിനകത്ത് കുറെ പ്രശ്നങ്ങൾ. അതായത് ചില കുട്ടികൾ BDS മാത്രം ഫോക്കസ് ചെയ്യുന്ന കുട്ടികളുണ്ട്, ചില കുട്ടികൾ BRക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്ന കുട്ടികളുണ്ട്. അതനുസരിച്ച് അവർക്ക് സെഗ്രിഗേറ്റ് ചെയ്യാൻ പ്രോപ്പറായി പറ്റും. അതെ, അപ്പം BDSന് വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ UCD NID നിഫ്റ്റ് എക്സാംസിനൊക്കെ മെയിനായിട്ട് ഈ പറഞ്ഞ പോലെ ആർട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് ആർട്ട് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് അത് മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള കണ്ടന്റ്സ് മാത്രമേ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പം JEE നാറ്റ ഇതെടുക്കുകയാണെങ്കിൽ ആർക്കിടെക്ചർ ആണല്ലോ നേരത്തെ പറഞ്ഞ പോലെ. അപ്പം ആർക്കിടെക്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബിൽഡിങ്സ്, ആർക്കിടെക്ട്സ് ഇതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ ഡ്രോയിങ്ങിൻ്റെ മെറ്റീരിയൽസ് നമ്മൾ പരിചയപ്പെടുത്തി, അതുപോലെ തന്നെ ആപ്റ്റിറ്റ്യൂഡിൻ്റെ മെറ്റീരിയൽസ് നമ്മൾ പരിചയപ്പെടുത്തി. പിന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ടോപ്പിക്ക് JEE പേപ്പർ 2Aക്ക് ഡയറക്റ്റ് ആയിട്ടില്ല. കാരണം അവിടെ മാത്സ് എന്ന് പറയുന്ന സ്പെസിഫിക്കലി ഒരു സബ്ജക്റ്റ് ഉണ്ട്. അപ്പം അതിൻ്റെ കൂടാതെ അവിടെ ആപ്റ്റിറ്റ്യൂഡും ഡ്രോയിങ്ങും ഉണ്ട്. പക്ഷെ നമ്മൾ നാട്ട, UCD NID നിഫ്റ്റ് പോലത്തെ പരീക്ഷയിലോട്ട് വരുമ്പോൾ അവിടെ മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഇല്ലെങ്കിലും അവിടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ കമ്പാരിറ്റീവ്ലി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു 10th സ്റ്റാൻഡേർഡ് ലെവൽ മാത്സ് തന്നെയാണ്. പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ HCF, LCM, ആവറേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, റേഷ്യോ, പ്രൊപ്പോർഷൻ ഇതുപോലത്തെ ടോപ്പിക്സുകളാണ് വരുന്നത്. സിമ്പിൾ ആയിട്ടുള്ള മാത്സ് ആണ്. പക്ഷേ ഇതിന് വളരെ നല്ല കോച്ചിങ്ങും പ്രാക്ടീസും ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഓരോ ചോദ്യവും ചെയ്യാൻ അതിൻ്റെതായ മെത്തേഡുകളും ഉണ്ട്, അല്ലാത്ത പ്രോപ്പർ ആയിട്ടുള്ള മെത്തേഡും ഉണ്ട്, ഇൻഡയറക്റ്റ് ആയിട്ട് പെട്ടെന്ന് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്ന മെത്തേഡും ഉണ്ട്. അതായത് എൻട്രൻസ് പരീക്ഷ ആയതുകൊണ്ട് ടൈം ചെയ്യാൻ വേണ്ടി എത്രയും പെട്ടെന്ന് ഉത്തരം ചെയ്ത് കണ്ടുപിടിക്കണം. അതാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ വരുന്നത്. അതല്ലാത്ത നമ്മൾക്ക് വേറൊരു സബ്ജക്റ്റ് ഇവിടെ വരുന്നത് ഇംഗ്ലീഷാണ്, ലാംഗ്വേജ്. അതായത് സർ നമ്മുടെ UCD NID പോലത്തെ പരീക്ഷക്കൊക്കെ ഇംഗ്ലീഷ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സാർ ഏത് ടൈപ്പുള്ള ലാംഗ്വേജുകളാണ് ചോദിക്കുക? അതായത് പ്യുവർലി ഗ്രാമർ ആണോ? ഗ്രാമർ അല്ല, പ്യൂർലി ഗ്രാമർ അല്ല ചോദിക്കുന്നത്. ഇതിൽ ഒരു സെന്റൻസ് തന്നിട്ട് നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്തിട്ട് സെന്റൻസ് കംപ്ലീഷൻ, പിന്നെ ജംബിൾഡ് ആയി തന്ന് അറേഞ്ച് ചെയ്യാൻ, അതെ അത് കഴിഞ്ഞിട്ട് സെന്റൻസ് ഇംപ്രൂവ്മെന്റ് എങ്ങനെ ഇംപ്രൂവ് ചെയ്തെടുക്കാം. പിന്നെ സിനോണിം എന്ന് പറയുന്നത് അതായത് മീനിങ്, ഓപ്പോസിറ്റ് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ, ഓപ്പോസിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഒബ്ജക്റ്റീവ് കോംപ്രഹെൻഷൻ, ഇങ്ങനെ ഒരു ഇംഗ്ലീഷ് ഗ്രാമർ മാത്രമല്ല ആക്ച്വലി നമ്മൾ ഇപ്പോൾ പറഞ്ഞു വന്നത് ഒരു BDS പ്രോഗ്രാമുകൾ സ്വപ്നം കാണുന്ന ഒരു കുട്ടി ബേസിക്കലി അതിൻ്റെ എല്ലാ ജനറൽ അവയർനെസ്സും ഡ്രോയിങ്ങും മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡും അതുപോലെ തന്നെ കുറച്ച് ലാംഗ്വേജും അറിഞ്ഞിരിക്കണം. ഇതുപോലത്തെ എല്ലാ സ്കില്ലും കൂടി അവരെ നമ്മളിൽ നിന്ന് ചെക്ക് ചെയ്യുന്നതുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ പരീക്ഷയ്ക്ക് വരുന്നത്. ഇത് കൂടാതെ നമ്മൾ നേരത്തെ തന്നെ ഓൾറെഡി സൂചിപ്പിച്ചു, നമ്മുടെ പരീക്ഷകൾ വരുന്നത് UCD NID നിഫ്റ്റ്, JEE പേപ്പർ 2A BRക്ക്, JEE പേപ്പർ 2B B പ്ലാന്, നാട്ട. ഇതല്ലാതെ നമ്മൾ പറയണ NID നിഫ്റ്റ് എന്ന പരീക്ഷയ്ക്ക് പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട്. ഓക്കെ, അതിൽ മെയിൻസിലാണോ അല്ലേ സാർ നമ്മുടെ സ്റ്റുഡിയോ ടെസ്റ്റ് അല്ലെങ്കിൽ സിറ്റുവേഷൻ ടെസ്റ്റ്? സ്റ്റുഡിയോ ടെസ്റ്റ് എന്ന് പറയുന്നത് NIDക്കും
നിഫ്റ്റില് സിറ്റുവേഷൻ ടെസ്റ്റ് പറയുന്നത് സെയിം കാര്യം തന്നെയാണ്, ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ സാർ എന്താണ് ഈ സിറ്റുവേഷൻ അല്ലെങ്കിൽ സ്റ്റുഡിയോ ടെസ്റ്റ്? സിറ്റുവേഷൻ അതായത് അവരാദ്യം പ്രിലിംസ് പരീക്ഷ എഴുതി ക്വാളിഫൈ ആയവർക്കാണ് ആക്ച്വലി ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇത്രയും നമ്മൾ കരുതി വെച്ചിരിക്കുന്ന സംഭവങ്ങൾ എന്ന് പറയുന്നത്. ഇതൊരു പ്രാക്ടിക്കൽ നോളജ് വേണം ചെയ്യാണെങ്കിൽ. ഇത് ആക്ച്വലി ഒരു മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എങ്ങനെ അവർക്ക് ചെയ്യാൻ അതിനുള്ള ഒരു ടാലന്റ് നോക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇവർക്ക് എന്തെങ്കിലും ഒരു ആർക്കിടെക്റ്റിന്റെ ഓഫീസ് എങ്ങനെ അവർക്ക് ചെയ്യാൻ പറ്റും അവരുടെ കഴിവിൽ, അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ബെഡ്റൂം എങ്ങനെയായിരിക്കും, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ അത് ഇവര് ക്രിയേറ്റീവായിട്ട് എങ്ങനെ ചെയ്യുന്നു, അതിലുപരി ഈ മെറ്റീരിയൽ. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും ടൂത്ത് പിക്സ്, അതുപോലെ തന്നെ ഐസ്ക്രീം സ്റ്റിക്സ്, പിന്നെ കാർഡ് ബോർഡ്. ഇതൊക്കെ എന്ത് ഐറ്റംസ് ആണ് നമുക്ക് ഇവിടെ വേസ്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്ന ഐറ്റംസ് ആണ്. അപ്പൊ ഇത് യൂസ് ചെയ്തിട്ട് ഈ മെറ്റീരിയൽ വെച്ചിട്ട് ഇന്നോവേറ്റീവായിട്ട് ക്രിയേറ്റീവായിട്ട് അവർക്ക് എങ്ങനെ പല മോഡൽസ് ഉണ്ടാക്കാം. അതൊക്കെയാണ് ഈ ഒരു അതായത് ഈ പറയുന്ന ലിമിറ്റഡ് റിസോഴ്സസ് അവര് തരും, അതനുസരിച്ച് നമ്മളൊരു മോഡൽ ഉണ്ടാക്കണം. ബെസ്റ്റ് ഔട്ട്പുട്ട്. അപ്പൊ നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഇത്രയും നല്ല വൃത്തിയുള്ള പ്രോഡക്ട്സ് ആയിരിക്കത്തില്ല അവര് തരുന്നത്. അവള് വളരെ പ്ലെയിൻ ആയിട്ടും കാർഡ് ബോർഡൊക്കെ ആയിരിക്കും തരുന്നത്. അതായത് സാർ പറഞ്ഞൊരു കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഇത്രയും കാര്യങ്ങൾ ബ്രില്യന്റിൽ ഈ കോഴ്സിന് ചേരുന്ന ഒരു വിദ്യാർത്ഥിക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ റിയൽ എക്സാമിന് പോകുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കണമെന്നില്ല. സോ അവർ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ ഏത് സാഹചര്യം വന്നാലും അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെട്ട നമ്മുടെ മെറ്റീരിയൽസും അതുപോലെ തന്നെ നിങ്ങൾക്കിനി മുന്നോട്ടുള്ള നിങ്ങളുടെ പഠനയാത്രയിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ വേണ്ട കുറച്ച് എലമെൻസിൻ്റെ കാര്യങ്ങളും ഒക്കെയാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് നമ്മളോട് ആർക്കിടെക്ചർ ആൻഡ് ഡിസൈനിങ് പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്റേഴ്സായ ഇർഷാദ് സാറും മുനീർ സാറും പങ്കുവച്ചത്. നല്ലൊരു ക്രിയേറ്റീവ് സ്കില്ലുള്ള ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം പരിഗണിക്കാവുന്ന ഒരു മേഖല തന്നെയാണ് ഈ ഒരു ആർക്കിടെക്ചർ ആൻഡ് ഡിസൈനിങ് എന്ന് പറയുന്നത്. കാരണം വലിയ വലിയ സാധ്യതകളൊക്കെ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ അതും ഏറ്റവും കൂടിയ ശമ്പളത്തോടു കൂടി തന്നെ അല്ലേ സാർ? ശരിക്കും പറഞ്ഞാൽ ആളുകൾ ഇതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കാരണം നമ്മുടെ ഈ ഒരു റിപ്പീറ്റേഴ്സ് ബാച്ചിലേക്ക് തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ കടന്നു വന്നിട്ടുണ്ട് അല്ലേ സാർ? കൊമേഴ്സ് കഴിഞ്ഞവർക്ക് യൂസീഡ് അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം പോലും പലർക്കും അറിയില്ല. അതായത് നമ്മളൊരു നല്ല സ്കില്ലുള്ള കുട്ടി ആയിരിക്കുകയും ചെയ്യും. കാരണം കൊമേഴ്സ് പഠിച്ചവർക്കും ഒരു ഓപ്ഷൻ ഉണ്ട്, ഇങ്ങനെ ഒരു IITസിലൊക്കെ കയറാൻ പറ്റുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള അതായത് കൊമേഴ്സ് പഠിച്ച ഒരാൾ എക്സ്ട്രാ ആയി പഠിക്കേണ്ട ഒരു സബ്ജക്ട് ഇംഗ്ലീഷ് അവർ +2 പഠിച്ചിട്ടുണ്ട്, അവർക്ക് വരക്കാൻ അറിയാം. അത് സയൻസ് ആരും പഠിക്കണില്ല, അവർ എക്സ്ട്രാ ആയി പഠിക്കേണ്ട ഒരു സബ്ജക്ട് ആപ്റ്റിറ്റ്യൂഡ് ആണ്. അപ്പോൾ അത് എങ്ങനെ പരിശീലിക്കണം, അല്ലെങ്കിൽ ആ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനെ എങ്ങനെ അതിജീവിച്ച് നിങ്ങൾക്ക് IIT പോലുള്ള ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് ബ്രില്യൻറ്റ് സ്റ്റഡി സെന്ററിന്റെ ഈ ഒരു ആർക്കിടെക്ചർ ആൻഡ് ഡിസൈനിങ് പ്രോഗ്രാമിന്റെ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഒരിക്കൽ കൂടി ഉറപ്പെടുത്തുന്നത് ഞങ്ങളുടെ അഡ്മിഷൻസ് തുടരുകയാണ്. www.brilliantpala.org എന്ന സൈറ്റിൽ കയറി നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിഷൻസ് ഉറപ്പുവരുത്താം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.